നിസ്സാരമായി പരിഹരിക്കാൻ കഴിയുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ വലിയ ദുരന്തങ്ങളിലേക്ക് മൂക്കുകുത്തി വീഴുന്ന കാഴ്ച ഓരോ ദിവസവും നാം ജീവിതത്തിൽ കാണുന്നു. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നടന്ന ഒരു കൊലപാതകം തന്നെ നിങ്ങൾ നോക്കുക. ഹോട്ടലിൽ ഇഡ്ഡലി വാങ്ങാനെത്തിയ അച്ഛനും മകനും നിമിഷ നേരം കൊണ്ടാണ് കൊലപാതകികളായി മാറിയത്. ഇഡ്ഡലിക്കൊപ്പം കുറച്ച് സാമ്പാർ കൂടി വേണം എന്ന് പറഞ്ഞപ്പോൾ അത് നൽകാൻ ഹോട്ടൽ ഉടമ വിസമ്മതിച്ചു. അതോടെ ഹോട്ടൽ ഉടമയെ കൊലപ്പെടുത്തി. കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുറക്കഥയാകുന്നുണ്ട്. കറിക്ക് ഉപ്പ് കുറഞ്ഞതിൻ്റെ പേരിൽ ഉടലെടുക്കുന്ന തർക്കം പോലും അവസാനം കൊലപാതക കത്തിയിലെത്തും. ചെറിയ വാക്ക് തർക്കമായി തുടങ്ങുന്ന കാര്യങ്ങളാണ് ഇത്തരം വലിയ വലിയ പ്രശ്നങ്ങളിൽ എത്തുന്നത്. ചെറിയ ഈഗോ വലിയ ഈഗോ ആയി മാറുകയും വലിയ വലിയ പാതകങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു ആസുര കാലത്ത് നമ്മൾ മലയാളികൾ ജീവിക്കുന്നു. ചെറിയ പ്രശ്നങ്ങളിൽ വൈകാരികമായി പ്രതികരിക്കാൻ പാടില്ല. ആത്മസംയമനം, സമാധാനം. നമ്മൾ ഒരു നിമിഷത്തേക്ക് ഇത്തിരി സാമ്പാർ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഒരു കൊലപാതകം തന്നെ ഒഴിവാക്കുമായിരുന്നു. അതല്ലെങ്കിൽ ആ മുതലാളി മഹാമനസ്കനായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അയാളുടെ ജീവിതം? നമ്മൾ ആലോചിക്കുക. അതേസമയം ഒരിത്തിരി സാമ്പാർ കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ ഒരാൾക്ക് നേരെ കൊലക്കത്തി എടുക്കുക, അത് ഈ അച്ഛനും മകനും ആലോചിച്ചില്ല. നമ്മൾ നിമിഷ നേരത്തെ എടുക്കുന്ന വികാരപരമായ സമീപനം കൊണ്ട് മനുഷ്യജീവൻ പൊലിയുന്ന കാഴ്ച വല്ലാത്ത അസ്വസ്ഥ ഉണ്ടാക്കും. തർക്ക വിഷയങ്ങൾ പ്രതികരിക്കുമ്പോൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. ഒരു നിമിഷം മതി നമ്മുടെ ജീവിതം ചടുലമായി മാറി മറിയാൻ. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വികാരപരമായി പ്രതികരിക്കുമ്പോൾ എതിരെ നിൽക്കുന്നവൻ എങ്ങനെ തിരിച്ചു പ്രതികരിക്കുമെന്ന് നമുക്ക് മനസ്സിലാകില്ല. ശ്രദ്ധിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.